മുനമ്പത്തെ ഒക്കഫ് പ്രശ്നത്തിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. അത് ഞങ്ങൾ വെല്ലുവിളിക്കാൻ തയ്യാറാണ്. അത് വേറെ ആരും ഉണ്ടാക്കിയതല്ല. അത് 2008, 2009 കാലത്ത് VS ഗവൺമെന്റിന്റെ ഒരു ക്യാബിനറ്റ് തീരുമാനം കൊണ്ടുണ്ടായതാണ്. നിസാർ കമ്മീഷനെ വെച്ചത് അവരാണ്. മുനമ്പത്തെ ഒക്കഫ് പ്രശ്നത്തിന് ഏക കാരണം നിസാർ കമ്മീഷൻ റിപ്പോർട്ടാണ്. ആ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് മറികടക്കുക എന്നുള്ളതാണ് ഇപ്പോഴും നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. അതുകൊണ്ട് ആ മുനമ്പത്തെ ഒക്കപ്പ് പ്രശ്നത്തിന്റെ അതിന്റെ ഒരു കുത്തക അവകാശം അത് LDFന് മാത്രമുള്ളതാണ്. ബാക്കി നടപടികൾ നോട്ടീസ് കൊടുത്ത് അങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് കൊടുത്തു, അസംബ്ലിയിൽ പറഞ്ഞു എന്നൊക്കെ പറയുന്നതൊക്കെ അതിന് ശേഷം വന്ന കാര്യങ്ങളാണ്. ഞങ്ങളൊക്കെ ഈ രാജ്യത്ത് ഒക്കഫ് മന്ത്രിമാരായിരുന്നല്ലോ. അന്നെന്താ മുനമ്പം പ്രശ്നം ആരെങ്കിലും കേട്ടിരുന്നോ? അങ്ങനെ ഒരു വിഷയം തന്നെ ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ ഒന്നിലേറെ പ്രാവശ്യം വഖഫ് മിനിസ്റ്റർ ആയ ആളാണ്. ആ സമയത്ത് മുനമ്പത്ത് ഭൂമി പ്രശ്നം ആരെങ്കിലും കേട്ടിരുന്നോ? ഞങ്ങളാരും അതിന് തൊട്ടിട്ടില്ല. പക്ഷേ അച്യുതാനന്ദൻ ഗവൺമെന്റാണ് ഉണ്ടാക്കിയത്. നിസാർ കമ്മീഷനെ വെച്ചത് അവരാണ്. നിസാർ കമ്മീഷൻ റിപ്പോർട്ട് എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നത് നിസാർ കമ്മീഷൻ റിപ്പോർട്ടിനെ മറികടക്കാനാണ്. ആ നിസാർ കമ്മീഷൻ റിപ്പോർട്ടിനെ മറികടക്കണം എന്നുണ്ടെങ്കിൽ മുൻകൈ ഗവൺമെന്റ് എടുക്കണം, ഒക്കപ്പോട് എടുക്കണം. അവരുടെ കയ്യിലാണത്. അതിന് സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വെറുതെ കുറെ വർഗീയ പ്രസംഗങ്ങൾ ഇവിടെ നടത്താൻ ഇടയുണ്ടാക്കി കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. ഈ പ്രശ്നം നിലനിർത്തുന്നതിലും നീട്ടിക്കൊണ്ടുപോകണേലും വർഗീയ ലാഭം പ്രതീക്ഷിക്കുന്നത് ആരാണോ അവരാണ് നീട്ടിക്കൊണ്ടുപോകുന്നത്. ഒന്ന് കേന്ദ്ര ഭരണം നടത്തുന്ന BJPക്ക് വേണ്ടിയാണ്. രണ്ട്, ഇത് നീട്ടിക്കൊണ്ടായാൽ തമ്മിൽ തല്ലിക്കോട്ടെ എന്ന് കേരള ഗവൺമെന്റ് കരുതുന്നുണ്ടോ എന്ന് സംശയിക്കണം. അല്ലെങ്കിൽ എന്തിനാ നീട്ടിക്കൊണ്ടോണേ? ഞങ്ങൾ പറഞ്ഞല്ലേ 10 മിനിറ്റ് കൊണ്ട് തീർക്കാം, നിങ്ങൾ വിളിച്ചു കൂട്ടിക്കോന്ന്. വിളിച്ചു കൂട്ടാത്തോണ്ടല്ലേ കൊണ്ടുപോണേ. ഒരു തടസ്സമില്ല. പെരുമാറ്റച്ചട്ടം തടസ്സമുണ്ടെങ്കിൽ അന്തിമ തീരുമാനം അവസാനം എടുത്താൽ പോരെ. എന്നാലും കൂടിയാലോചിച്ചൂടെ? കൂടിയാലോചിക്കണ എന്താ തടസ്സം? ഫൈനൽ ഓർഡർ വേണമെന്നുണ്ടെങ്കിൽ 20 തീയതി കഴിഞ്ഞിട്ട് ഇറക്കിയാൽ പോരെ. തർക്കം ഇങ്ങനെ നിലനിർത്തുന്നത് എന്താ ഗവൺമെന്റ് കാണുന്നില്ലേ? ഗവൺമെന്റ് കണ്ടുകൊണ്ടിരിക്കല്ലേ? വെറുതെ ഒരു കാര്യമില്ല. ഇത് അച്യുതാനന്ദൻ ഗവൺമെന്റ് ഉണ്ടാക്കി അവർ നിസാർ കമ്മീഷനെ വെച്ചുണ്ടാക്കിയ ഒരു പ്രശ്നമാണ്. ഏതാ UDF സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ട്. ഈ വർഗീയ പ്രചരണത്തിന് വേണ്ടി ബോധപൂർവം ഈ പ്രശ്നം നിലനിർത്തുന്ന അതിന്റെ പിന്നിൽ ആരാണെന്ന് എക്സ്പോസ് ചെയ്യുന്ന കാര്യം UDF ശക്തിയായിട്ട് ആലോചിക്കുന്നുണ്ട്. അല്ല, അത് എല്ലാം ബോധപൂർവം ചെയ്യുന്നതായതുകൊണ്ട് പെറുക്കിയെടുത്ത് കൊടുത്ത് പ്രചരണം നടത്തുകയാണ്. ഇപ്പോ ഈ പൊതു ഭൂമി ചിലത് ഒക്കപ്പോവിന്റെ കയ്യിലുണ്ട്. അല്ല, ഒക്കപ്പോവിന്റെ ഭൂമിയായിരിക്കും, അല്ലെങ്കിൽ വേറെ വല്ല മതസ്ഥാപനങ്ങളുടേതായിരിക്കും. അത് സൂക്ഷ്മമായി നിരീക്ഷിച്ച അങ്ങനെ പല ഭൂമികളും ഉണ്ടാവും. അതൊക്കെ പെറുക്കിയെടുത്ത് വാർത്താ മാധ്യമങ്ങളിൽ കൊണ്ടുവന്ന് ചർച്ചയാക്കി വർഗീയ ചേരിതിരിവ് നടത്തുന്നത് ആരാണെന്നാ നോക്കേണ്ടത്. നമ്മളെ മുമ്പിലുള്ള മുനമ്പം പ്രശ്നമാണ്. അത് ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ടാക്കുകയും നിസാർ കമ്മീഷൻ റിപ്പോർട്ട് മൂലം ഉണ്ടാവുകയും ചെയ്ത കാര്യമാണ്. അത് മറികടക്കാനുള്ള മാർഗമാണ് ആലോചിക്കേണ്ടത്. അതിന് മുൻകൈ എടുക്കേണ്ട ഗവൺമെന്റാണ്. മുൻകൈ എടുക്കാത്തത് ഗവൺമെന്റാണ്. നീട്ടിക്കൊണ്ടുപോകുന്നതാണ് ഈ പ്രചരണം മുഴുവൻ. എന്താണ് വരാ വേണ്ടത്? ഞങ്ങളൊക്കെ ഒന്നരാടിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ കേരള ഗവൺമെന്റിനോട്, നിങ്ങളൊന്ന് യോഗം വിളിക്കുക, ഞങ്ങൾ സഹകരിക്കാമെന്ന്. യോഗം വിളിക്കുന്നത് ഒഫീഷ്യൽ മെഷീനറി അവരുടെ കയ്യിലല്ലേ? അവരെന്നെ ഒരു യോഗം വിളിച്ച് കിട്ടണ്ടേ? അവരൊന്നും കനിയുന്നില്ല. അതാണ് പ്രശ്നം.